ഓബദ്യാവിന്റെ പ്രവചനത്തിൽ പരാമർശിക്കുന്ന ഏദോം ആരാണ്? അല്ലെങ്കിൽ ഏദോമ്യർ ആരാണ്? ഏദോമിനെ പറ്റി പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രവചന ഗ്രന്ഥമാണ് ഓബദ്യാവിന്റെ പുസ്തകം. ഇത് ഒരു കുടിപ്പകയുടെ കഥയാണ്. രണ്ട് കുടുംബങ്ങളുടെ ശത്രുതയുടെ കഥയാണ്. ലോകത്തെ ആദ്യത്തെ ശത്രുത അവസാനം വരെ നിലനിർത്തിക്കൊണ്ടുപോയ രണ്ട് തലമുറകളുടെ ചരിത്രം കൂടിയാണ് ഈ ഗ്രന്ഥം, ഓബദ്യാവിന്റെ ഗ്രന്ഥം പങ്കിടുന്നത്. ഏദോം എന്നത് ഏശാവിന്റെ മറ്റൊരു പേരാണ്. യാക്കോബിന്റെ സഹോദരനാണ് ഏദോം. ഇസഹാക്കിന്റെയും റിബേക്കയുടെയും മക്കൾ. അവർ ഇരട്ട പിറന്നവരായിരുന്നു. അമ്മ റിബേക്കയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ മുതൽ തുടങ്ങിയ വഴക്കിന്റെ കഥ ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. മൂത്തവനായ ഏശാവും ഇളയവനായ യാക്കോബും പിറക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് ജാതികളാണ് എന്ന് ദൈവം വെളിപ്പെടുത്തി. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നും യഹോവ അരുളി ചെയ്തു. ഏശാവിന് ഏദോം എന്ന പേര് ലഭിക്കുവാനുള്ള കാരണം ഉൽപ്പത്തി പുസ്തകം നൽകുന്നുണ്ട്. ജനിച്ചപ്പോൾ തന്നെ ഏശാവ് ചുമന്ന അഥവാ ആദോ നിറമുള്ളവനായിരുന്നു എന്ന് പ്രത്യേകം പ്രസ്താവിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25:25. കൂടാതെ യാക്കോബ് ഏശാവിന് നൽകിയ പായസത്തിന് ചുവന്ന അഥവാ ആദോം നിറമായിരുന്നു. ആദോം എന്ന എബ്രായ പദത്തിൽ നിന്നാണ് ഏദോം ചുമന്നവൻ എന്ന പേര് വന്നതെന്ന് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ഏദോം വംശം അധിവസിച്ചിരുന്ന സ്ഥലത്തിന് ഏദോം എന്ന് പേരായി. ഉൽപ്പത്തി 32:3, 36-16 വാക്യങ്ങൾ. ഇവർ ഏദോമ്യർ എന്ന് അറിയപ്പെടുന്നു. ഈ സ്ഥലത്തിന് സെയീർ എന്ന നാമം കൂടിയുണ്ട്. ആവർത്തനം 2, 4, 8 വാക്യങ്ങൾ. കനാന്യ മതരീതിയായിരുന്നു അവർ ഉണ്ടായിരുന്നത്. സഹോദരങ്ങളെങ്കിലും അവർ ശത്രുക്കളായി തന്നെ മുമ്പോട്ട് പോയി. ഒരിക്കൽ വിശന്നു വന്ന ഏശാവിന് ഒരു പാത്രം ചുവന്ന പായസം നൽകി യാക്കോബ് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. പിന്നെ അപ്പനായ ഇസഹാക്കിന് വേട്ടയിറച്ചിക്ക് പകരം ആട്ടിറച്ചി പാകം ചെയ്ത് കൊടുത്ത് പറ്റിച്ചു. ഇവരുടെ ശത്രുത പാരമ്യത്തിലെത്തി. തുടർന്ന് യാക്കോബ് ഭവനം വിട്ട് ഓടിപ്പോകുന്നു. ഏശാവ് സെയീർ എന്ന പർവ്വത നിരകളിലേക്ക് പോകുന്നു. അവിടെ അവന്റെ പട്ടണം പണിതുണ്ടാക്കി പാർക്കുവാൻ തുടങ്ങി. ഇവ സമുദ്രനിരപ്പിൽ നിന്നും 5700 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകളായിരുന്നു. ഓബദ്യാവ് എന്ന പ്രവാചകൻ തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവൻ എന്നാണ്. ഏദോം പണിതുണ്ടാക്കിയ പട്ടണത്തിന് ഏദോം ദേശം എന്നറിയപ്പെടുന്നു. അവരെ ഏദോമ്യർ എന്ന് വിളിക്കുന്നു. പിന്നീട് അനേക വർഷങ്ങൾക്ക് ശേഷം മിസ്രൈമിൽ നിന്ന് മോചിതരായ ഇസ്രയേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ കാദേശ് ദേശം വരെ എത്തി. തുടർന്ന് അവർക്ക് യാത്ര ചെയ്യേണ്ട ദൈർഘ്യം കുറഞ്ഞ പാത ഏദോമിലൂടെയായിരുന്നു. മോശ ഏദോം രാജാവിന്റെ അടുക്കൽ ആളയച്ച് കടന്നു പോകുവാനുള്ള അനുവാദം ചോദിക്കുമ്പോൾ കിട്ടിയ മറുപടി അവരുടെ കുടിപ്പകയുടെ ശത്രുതയുടെ ആഴം എത്രയെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അതിന് അവൻ, നീ കടന്നു പോകരുത് എന്ന് പറഞ്ഞു. ഏദോം ബഹുസൈന്യത്തോടും ബലമുള്ള കൈയോടും കൂടെ അവന്റെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഏദോം തന്റെ അതിരിൽ കൂടി കടന്നു പോകുവാൻ ഇസ്രയേലിനെ സമ്മതിച്ചില്ല. ഇസ്രയേൽ അവനെ വിട്ട് ഒഴിഞ്ഞുപോയി. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 20-21 വാക്യങ്ങൾ. എന്നാൽ ഒരവസരത്തിൽ മോശ തന്റെ ജനത്തോട് പറയുന്നുണ്ട്, ഏദോമിനെ വെറുക്കരുത്, അവൻ നിന്റെ സഹോദരനല്ലോ. ഏദോമിനെ വെറുക്കരുത്, അവൻ നിന്റെ സഹോദരനല്ലോ. ആവർത്തന പുസ്തകം 23-ാമത്തെ വാക്യം. എങ്കിലും ഏദോം ഈ ശത്രുത തുടർന്നു വന്നു. അവൻ കൂടെ കൂടെ ഇസ്രയേലിനെ ആക്രമിച്ചു വന്നു. എന്നാൽ ശൗലും ദാവീദും ഏദോമുമായി യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ആധിപത്യം സ്ഥാപിക്കുന്നതിൽ വിജയിച്ചു. 1 ശമൂവേലിന്റെ 2 ശമൂവേലിന്റെ പുസ്തകത്തിലും 1 ദിനവൃത്താന്തങ്ങളിലും ഈ വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇസ്രയേൽ രാജാക്കന്മാർ ഏദോം പിടിച്ചെടുത്ത് അതിനെ ടാക്സ് കൊടുക്കുന്ന ഒരു വാസൽ സ്റ്റേറ്റ് ആക്കി മാറ്റി, ഒരു ആശ്രിത രാജ്യമാക്കി. അങ്ങനെ അവരുടെ ശത്രുത വളർന്നുകൊണ്ടേയിരുന്നു.
ഏദോം ഇസ്രയേലിന് കപ്പം കൊടുക്കുന്നത് അവസാനിപ്പിച്ച് അസീറിയയ്ക്കും ബാബിലോണിനും കപ്പം കൊടുക്കുവാൻ സമ്മതിച്ച് അവർക്ക് കീഴടങ്ങി. പിന്നീട് ബാബിലോൺ യഹൂദയെ ആക്രമിച്ച തക്കം നോക്കി യഹൂദയുടെ ചില പ്രദേശങ്ങൾ ഏദോം ചീട്ടിട്ട് പിടിച്ചെടുത്തു. ബാബിലോണിനോട് ചേർന്ന് യെരൂശലേം തകർത്തു. അനേകം യഹൂദരെ വെട്ടിക്കൊന്നു. അവരുടെ പഴയ വൈരാഗ്യം തീർക്കുകയുണ്ടായി. ഇത് യഹൂദ പ്രവാചകന്മാരെ രോക്ഷാകുലരാക്കി. അവർ ഏദോമിന്റെ നാശം പ്രവചിച്ചു. ഓബദ്യാവും യെശയ്യാവും യിരെമ്യാവും യെഹെസ്കേൽ മുതലായി മലാഖി പ്രവാചകന്മാർ ഏദോമിന്റെ നാശത്തെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. ഇതിനാൽ യഹോവ ഏദോമിനെ തകർത്ത് കളയുമെന്ന് അവർ പറയുന്നു. പ്രത്യേകിച്ച് ഓബദ്യാവിന്റെ പുസ്തകം 10 മുതൽ 14 വരെയും വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. കൂടാതെ ഓരോ യഹൂദന്റെയും പ്രാർത്ഥന കൂടിയായിരുന്നു ഏദോമിന്റെ സർവനാശം. സങ്കീർത്തനം 137 7-ാമത്തെ വാക്യം. ഇവരുടെ കുടിപ്പക, ഇവരുടെ ശത്രുത മക്കാബിയരുടെ കാലത്തും തുടർന്നു വന്നു. സഹോദരനെ അവന്റെ ആവശ്യത്തിൽ കരുതാതെ അവരെ കുരുതി കൊടുക്കുന്നതിൽ കൂട്ടുനിന്ന ഏശാവിന്റെ ജനതയുടെ ഒരു ശേഷിപ്പും ഉണ്ടാകയില്ല എന്ന് ഓബദ്യാവ് പ്രവചിച്ചു. AD 66 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ റോമിനെതിരായ കലാപത്തിൽ ഏദോമ്യർ യഹൂദരുമായി തോളോട് തോൾ ചേർന്ന് പോരാടി റോമിനെ തകർത്തു. എങ്കിലും പിന്നീട് ഒരിക്കലും ഏദോം ഒരു ജനത എന്ന നിലയിൽ ചരിത്രത്തിൽ കാണുന്നില്ല. അങ്ങനെ ഏദോമിന്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നിവൃത്തിയായി. ഓബദ്യാവ് 10-18. ഈ പഠനം ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.